ഒരു ചുമന്ന കല്ല് ആ മണ്ണിൽ പതിച്ച ദിവസം ആ നാടിൻ്റെ വിധി മാറി. അപ്രതീക്ഷിത മരണങ്ങൾ, കാരണങ്ങളില്ലാത്ത നിലവിളികൾ, ഭയത്തിൻ്റെയും മരണത്തിൻ്റെയും നടുവിൽ ജനങ്ങൾ പോറ്റിയുടെ അടുക്കലെത്തി. പക്ഷേ പോറ്റിയുടെ കണ്ണുകളിൽ ആ ഭയം തീരെ ഉണ്ടായില്ല. ആ ശക്തിയെ നിയന്ത്രിക്കാമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കല്ലുവതിച്ച സ്ഥലത്തേക്ക് പോറ്റി നടന്നു. മന്ത്രങ്ങൾ മുഴങ്ങി, അഗ്നി ഉയർന്നു. വിറച്ചുപോയ ആ ചുമന്ന ശക്തിയെ പോറ്റി തൻ്റെ രൂപകൃതിയിലേക്ക് ആവാഹിച്ചു. പക്ഷേ ശക്തിയെ മുഴുവനായി ബന്ധിച്ചു എന്ന് കരുതിയെങ്കിലും അതവിടെ അവസാനിച്ചിരുന്നില്ല. വീടിനകത്തെല്ലാം സാധാരണമായിരുന്നു. ചിരികളും ബന്ധങ്ങളുടെ ചൂട് ഒരു നിമിഷത്തേക്ക് ആ വീടിനെ നിറച്ചു. പക്ഷേ അവർക്കറിയാതെ അവരുടെ സമാധാനത്തെ നോക്കി മറ്റൊന്ന് കാത്തുനിന്നിരുന്നു. വൈകാതെ തന്നെ ആ ശക്തി തന്റെ ഇടം കണ്ടെത്തി. ഒരു ശരീരം ഇപ്പോൾ അതിന്റെ അധീനതയിലായിരിക്കുന്നു. രക്തബന്ധങ്ങൾ പോലും അതിന്റെ മുമ്പിൽ നിലനിന്നില്ല. ഒരിക്കൽ ചേർന്നിരുന്നതെല്ലാം അവിടെ തന്നെ തകർന്നു വീണു. അവനെ ചുറ്റിയ നിശബ്ദത ഭാരം കൂടിയതുപോലെ തോന്നി. പിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ നിശബ്ദത പോറ്റിയെയും വിഴുങ്ങി. അങ്ങനെ പുറത്തുനിന്ന് ആരും എത്താതിരിക്കാനായി ആ ഇല്ലം ചുറ്റും വെള്ളം നിറഞ്ഞു. പിന്നീട് അവിടെ നിറഞ്ഞിരുന്നത് നിശബ്ദതയല്ല, അവസാനിക്കാത്ത ഒരു കാത്തിരിപ്പായിരുന്നു. ഏകദേശം 1800 രൂപയ്ക്കാണ് വില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുതരമായ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി അന്വേഷിക്കപ്പെട്ടു വരുന്ന സുരേന്ദ്രകുറുപ്പ് ഇപ്പോൾ പിടിയിലായി. സംഭവത്തിന് ശേഷം സുരേന്ദ്രകുറുപ്പ് ഒളിവിൽ പോയതായാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. മറ്റൊരു നിർണായകമായ കേസിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത്. അന്വേഷണ പത്രപ്രവർത്തകയായ ഇന്ദിര, 30 വയസ്സ്, കഴിഞ്ഞ 2 ആഴ്ചയായി അവസാനമായി കണ്ടത് ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നിന്നാണ്. സംശയകരമായ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദിരയെ കുറിച്ച് വിവരങ്ങളുള്ളവർ അധികൃതരുമായി ബന്ധപ്പെടണമെന്ന് പോലീസ്. ഞാൻ കളിക്കണ്ട, തന്നെ കളിക്കൂ. A photo of my wife life. അതാണ് എൻ്റെ ഭാര്യ. ലാലാട്ടൻ 1984 റൈസ് ഓഫ് യുവർ മോൾ ഇവിടെ ന്യൂ യൂത്ത് ഐക്കൺ. ഇവിടെ അതെന്താ റേഡിയോയാ? വേണ്ട, തലമുറ നോക്കാം നമുക്ക്. ഫാൻ ഓഫ് ചെയ്തിട്ട് വേണം ഓൺ ചെയ്തില്ലേ? കക്കൂസ എൻ്റെ വീട് അതുപോലെ തന്നെ ഉണ്ടല്ലോ. വീല പക്കറ്റ് ഞാൻ വിളിക്കില്ല. ഓ, ഞാനൊരു ക്രിക്കറ്റ് ഫാനാണല്ലേ. സച്ചിനും ക്രിക്കറ്റ് ബാറ്റ് കളിക്കണം. ഡോണ്ട് ഫർഗെറ്റ് ദ കാർക്കി. രക്ഷിക്കണേ യപ്പാ മുരുക ശിവ. ഇത് ഞാനും എൻ്റെ തള്ളയാണ് തോന്നുന്നത്. ഇവിടെ എന്തെങ്കിലും. ഓ, ഷീസ് മൈ വൈഫ് ഇന്ദിര. എന്ത് കറക്റ്റ് ഒരു മല്ലു അടുക്കള ഉള്ള ഉള്ളിൽ ചാക്കൊക്കെ. എന്താ ഇത്? എൻ്റെ അമ്മൻ്റെ മിഷേൻ. അതെന്താ മുദ്രപത്രം? ലൈസൻസ്. എനിക്ക് ലൈസൻസ് ഉണ്ട്. ഓക്കെ, ശരി. എന്താ ബുക്സ് ഹിയർ. ഓ, എല്ലായിടത്തും വെച്ചിട്ട് വേണം വെളിയിൽ പോകാൻ പറ്റുള്ളൂ അല്ലേ? ഇതുപോലത്തെ ഒരു പി സി നമ്മുടെ ഉള്ളിലെ നിങ്ങളില് എൻ്റെ ഡയറി. ചെക്ക് ദ ഡോർ. ഏത് ഡോറാണ്? എന്ത് ഭയങ്കര ലാഗാണ്. നിന്റെ ഭാര്യ ഇവിടെ ഉണ്ട്. 84 വൈഫ് ഈസ് ഹിയർ. ഓക്കെ, യെസ്.
ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകുന്നു കേട്ടോ. തെക്കേടത്ത് രാമൻകുട്ടി ഭയങ്കര മീശക്കാരനാണല്ലോ. എവിടെയുണ്ടത്? ഓ ഇനി വേണം എനിക്ക് ഐഡന്റിറ്റി പോകാൻ അല്ലേ? അപ്പൊ തോണി പോകുന്നു തോന്നുന്നില്ലേ നമ്മള്? അതെ അതെ അതെ, വീട്ടിലെ മേക്കിംഗ് കണ്ടാ ഉണ്ടാക്കിയവനൊക്കെ തോഴണം. ഗണപതി വിനായക ഇറങ്ങണം മുതലാളി. ഇത് എന്താ എത്ര നേരം ഇരുന്ന് കുത്തിരിക്കുന്നു? ഒന്നും ചെയ്യണ്ട, തന്നെ പൂണ്ടേ തന്നെ നീന്തി പൂ തോന്നി. നമ്മൾ തന്നെ നീന്തി കൂടാ. മോനെ അടേ പോടേ എന്താ? ഓ അതാണ് നമ്മുടെ തെക്കയില് റൺ. That must be the house. ഓക്കെ മച്ചാൻ, എനിക്കറിയാം. ഡയറി അപ്ഡേറ്റ് അടിച്ച് നോക്കിയിട്ട് എന്താ ഡയറിയിൽ? വാണ്ടർ ദിസ് ഐലൻഡ്. ഓക്കെ ഇതാ വഴി, ഇതായിരിക്കും. ഈ മണ്ടൻ ഓടുമ്പോൾ ക്ഷീണിക്കുന്നു വേഗം. മെല്ലെ നടന്നു പോകുന്നു. നമ്മൾ സ്വപ്നത്തിലൊക്കെ ഓടില്ലേ, അതുപോലെ ഇടിച്ചപ്പോൾ സ്പീഡില്ല കേട്ടാ. സ്പീഡ്. ആ ഇത് മറ്റേ മമ്മൂട്ടിന്റെ ബ്രഹ്മയുഗത്തിന് അപ്ഡേറ്റ് ചെയ്തില്ലേ? ഇതാ മമ്മൂട്ടി ഇരിക്കുന്ന കയറും നമുക്കിരിക്കാൻ പറ്റും. ഓക്കെ ലെറ്റ്സ് ഗോ. ആ അതാ കുടുംബം പറ്റി. ഹലോ ഇസ് എനിബഡി ഹിയർ? ആ ഉണ്ടാ, ആരെങ്കിലും ഉണ്ടാ? വെരി അപ്ഡേറ്റഡ്. ഫൈൻഡ് എ വേ ടു ഗെറ്റ് ഇൻസൈഡ്. ഇപ്പൊ അതൊന്നും പറഞ്ഞില്ല. വെളിയിൽ കൂടെ പോയിരിക്കട്ടാ. എന്തെന്നാ ലാഗ് ലാഗെടുത്ത് കളയണ സമയം. ആ അതാ ഏണി ചാടുന്നു. ആ പോയി. എടുത്ത് കളയാൻ പറ്റിയ പോകാൻ പറ്റും. 5 മണിക്കൂറിന് ശേഷം ഉള്ളിലെത്തി. അങ്ങനെയോ ഉള്ളിലെത്തി. തേങ്ങ ലൈറ്റർ. ആ എന്താണത്? നിനക്ക് ഈ വീട് അന്യമായിരിക്കും, പക്ഷെ ഈ വീട് നിന്നെ മറന്നിട്ടില്ല. എന്താ എന്റെ മൂത്തപ്പന്റെ വീടാണല്ലോ. ചിലപ്പോ ആയിരിക്കില്ല. എങ്ങനെ വെളിയിൽ പോവാ? ഇവിടെ എന്തോ ഒരു ഓട്ടയില്ലേ? ആ വഴി 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 പോയി. At last you came searching for your life. നിന്റെ ഭാര്യയെ തേടി വന്നല്ലേ?
മധ്യയിലെ ക്ലൈമാക്സിലുള്ള ചക്ര ടോർച്ച് തീ നോ ടോർച്ച് പിന്നെ ഈ ടോർച്ച് എടുക്കാൻ പറ്റുമോ അല്ലേ? ആ ഇതാ ടോർച്ച്. ആ കിട്ടി ടോർച്ച്. യെസ് ഗുഡ്. മേലേക്ക് പോയാലോ? ലൈഫ് കുറയില്ലേ? തിരിച്ചു ഏനേന ഉള്ള അണ്ടി നീ മനസ്സുക്കുള്ളി റൗച്ച്. എന്തോടെ നോക്കി ആ അതാ കുരുട്ടി. basement key take കത്തിച്ച് വെക്കാം. basement key മറ്റേ കീ ഇല്ല. basement key ഇല്ല ഇല്ല. യൂപ്പന്റെ ശ്വാസം മുട്ടില്ലാണ്ട് എനിക്ക് പിടിക്കാത്ത. ഓ എണ്ണ 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 മണ്ണെണ്ണ മണ്ണെണ്ണ കത്തിക്ക, ചൂട്ട് കത്തിക്ക, അതാണ് സംഭവം. പിടി 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 പിടി. അവിടെ ബേസ്മെന്റ് എവിടെ? ഇതിന് കീന്നും വേണ്ടല്ലോ, നമ്മുടെ സാധാ ലോക്കല്ലേ. ഓ ഇതാണ് ബേസ്മെന്റ് കീല്ലേ? ടോർച്ച് യൂസ് കീ. യെസ്. അതെന്താണത്? കൈക്കോട്ടാ. ഗെയിം സേവ്ഡ്. ആ അതൊരു വാതിലേ. ഓ നമ്മളിതാ ഇതിൽ കൂടെ കേറിയത് നേരത്തെ കേടിയില്. ആ അതാണ് നേരത്തെ കേടി. ആ ഓക്കെ കമ്പാ. Explore the house. ഇന്ദിരാ ക്ലാസ്. അതൊരു എണ്ണയല്ലേ? അയ്യോ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടാണ് എന്തത്? ആ രാത്രി ഈ മുറി മാത്രമല്ല കണ്ടിരുന്നു, അതിന്റെ നിശബ്ദത ഇന്നും അവിടെ ജീവിക്കുന്നു. എന്ത് നിശബ്ദത? ഇന്ദ്രനെ പടച്ച ഇന്ദ്രനെ പടച്ചോ? വാട്ട് ഹാപ്പൻഡ് ഹിയർ? അതെനിക്കറിയോ? എനിക്ക് ഓർമ്മയില്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെ കത്തിച്ചു വിട്ടല്ലോ. അയ്യോ അവിടെ
ഭൂമിയിലെത്തി നമ്മൾ ഓയല് കിട്ടി നമുക്ക്. ഞാൻ വരുന്നു. എന്താ ചെയ്യണം നോക്കട്ടെ. അത്ര വലിയ പേടിയൊന്നുമില്ല. 4 ക്ലാസ് കൂടുമ്പോഴേക്കും ഞാനങ്ങനെ പേടിക്കല്ലോ. പിന്നെ അവിടെ എന്ത് കിണറാ? യെസ്, കിണർ. പഴയ കാലത്ത് കിണറൊക്കെ ഉണ്ട്. മാധവ മാധവ നോ ടോർച്ച് കേസ്. ആ ഇതല്ലേ ടോർച്ച് അല്ലേ? എന്നോടാ കളി. ഇതെന്തത്? വെള്ളം ചാടാൻ പറ്റില്ല. ദിസ് ഈസ് മൈ കോഴിക്കോട്ട് കുളം. ഹോമകുണ്ടം കൊണ്ട് കത്തിക്കാൻ പറ്റുമോ? എന്താ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? എന്ത് താമര ഇങ്ങനെ എടുക്കാൻ അതവിടെ ഉപയോഗിക്കും. എവിടെയോ വെക്കാനോ എറിയാനോ എന്തെങ്കിലും പ്രയത്നിച്ചപ്പോൾ എറിയാനായിരിക്കും. തൽക്കാലം ഇവിടെ കിടക്ക് ഓയിലുണ്ടാവും. ടോർച്ച് നീഡ് ബി റീഫിൽഡ് വിത്ത് ഓയിൽ. അതെനിക്കറിയാം. ആ എന്താ അയ്യോട്ടി കൊണ്ട് വെക്കണം അല്ലേ? എന്താ സംഭവം? നാല് താമരയാൽ ബന്ധിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗങ്ങൾ ഇല്ലാതെ ഇത് തുറക്കില്ല. ഓ, 4 താമര ഇല്ലാതെ തുറക്കില്ല. അവ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ശരി. ഒരെണ്ണം കിട്ടിയല്ലോ. ഇപ്പോൾ അറിയണതിന് മുന്നേ ഒരെണ്ണം കിട്ടി. അതാണ് നമ്മുടെ ഭാഗ്യം. മനസ്സിലായാ? ഓരോരോ താമരയായി കണ്ടുപിടിക്കണം. ഇത് കഥയിൽ കണ്ട സ്റ്റോറിയിൽ കണ്ടല്ലേ? താമര ഇങ്ങനെ ഏതെങ്കിലും ഫോട്ടോന്റെ അടിയിൽ പോയി തപ്പിയാൽ മതിയില്ലേ?